ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പച്ചമുളക്, കറിവേപ്പില, നാരങ്ങ ഇതൊക്കെ എങ്ങനെ കുറേ ദിവസം വീട്ടിൽ നമുക്ക് കേടുവരാതെ വെക്കുക എന്നുള്ള ഒരു ടിപ്പാണ്. 3 ടിപ്പാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഡ്രൈ ആയ ഒരു വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രം നല്ല തുടച്ച് വെക്കുക. ഇതേപോലത്തെ നമ്മൾ ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രം വേണം വെക്കാൻ. ആദ്യം തണ്ടും വന്ന് ഇങ്ങനെ എടുത്ത് വെള്ളമുള്ള ഇലകളാണെങ്കിൽ അത് നല്ല കോട്ടൺ തുണിയിൽ വിരിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇട്ട് വയ്ക്കാൻ. വെള്ളം ഒട്ടും പാടില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിലും പാടില്ല, ആ ഇലകളും പാടില്ല. നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് കുറേ ദിവസം അത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അതിന് നമ്മൾ കഴുകുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം കഴുകിയിട്ട് ഉണക്കുന്നതിന് മുന്നേ കഴുകണ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുത്താലും നല്ല ഫ്രഷായിട്ടിരിക്കും. ഇതിൽ കീടനാശിനികളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലതാണ്. നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വയ്ക്കാം. ഇനി അടുത്തത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ നമ്മൾ കഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിലോ ഇട്ട് കഴുകിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതുപോലത്തെ ഒരു ഐസ്ക്രീം പാത്രം എടുത്തിട്ട് നമ്മളിതുപോലെ തണ്ടിൽ ആ ഞെട്ടിയിൽ അതെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല അതും ഇതുപോലെ വെള്ളമില്ലാതെ വേണം ഇട്ട് വെക്കാൻ കേട്ടോ. പാത്രത്തിലും വെള്ളം പാടില്ല, പച്ചമുളകിലും വെള്ളം പാടില്ല. അതങ്ങനെ എല്ലാം പൊട്ടിച്ച് പിന്നെ ഇങ്ങനെ കേട് വന്നത് ഇങ്ങനെ പഴുത്ത പോലത്തെ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ എടുത്ത് കളയണം. അത് ഇതിൻ്റെ കൂടെ ഇടാൻ പാടില്ല. അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല പച്ചമുളക് പോലും അത് പെട്ടെന്ന് നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം ഇട്ട് വെക്കണം. കീടുള്ളതൊക്കെ ഒഴിവാക്കി കളയണം. എന്നിട്ട് ഇങ്ങനെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം വെള്ളമില്ലാതെ അത് ഇതുപോലെ ഇട്ട് വെക്കാം. ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അത് നല്ല ടൈറ്റ് ആക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രഷായിട്ടിരിക്കും. ഇനി അടുത്തത് നാരങ്ങയാണ്. നാരങ്ങ ഇതുപോലെ നല്ല വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തതിന് ശേഷം ഇതുപോലത്തെ കവറുണ്ടാവും. ഇത് ഞാൻ 1 മാസമായിട്ട് ഞാൻ അത് വാങ്ങിയിട്ട് അത് അവിടുന്ന് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ടൈറ്റാക്കി തന്നാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല. കാരണം ഞാൻ നാരങ്ങ ഇവിടെ സ്റ്റോക്കൊക്കെ വെക്കും. കുറേ വാങ്ങും. കാരണം ഇവർക്ക് നല്ല വെള്ളം ലൈം വേണം. അല്ല ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഞാനെടുത്ത് കലക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2-3 കവറാക്കിയിട്ട് ഇങ്ങനെ വാങ്ങും. അപ്പോൾ ഒരു കവർ ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല. ഇത് 1 മാസം ആവാനേ. പക്ഷേ ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അത് അതുപോലെ തന്നെ ഫ്രഷായിട്ട് ആ കവറിൽ ഇതുപോലത്തെ നമ്മളെ കവറിൽ നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഒരു ബോട്ടിലെടുക്കാം. അത് ഉടയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല. ഏത് ബോട്ടിലാണെങ്കിൽ നമുക്ക് എടുക്കാം. ടൈറ്റ് ആവണമെന്ന് മാത്രം. അതിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളം എടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ള നാരങ്ങ എത്ര ഇടുന്നത് വെച്ചാൽ അതെല്ലാം ഇതിലിട്ട് കൊടുക്കാം. ആ ബോട്ടിൽ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുക്കുക. സാധാ പച്ചവെള്ളമാണ് ഞാൻ എടുത്തത്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളം. ഒന്നും അതിലിട്ട് വെള്ളത്തിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ സാധാ പച്ചവെള്ളത്തിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കൊണ്ടുവന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ടൈറ്റ് ചെയ്യുക. മൂടി വെച്ചാൽ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. അത് കുറേ ദിവസം ഇരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ ഫ്രഷോടക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോന്നെടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്താലും മതി. ഓക്കെ. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് ഇനി ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലെങ്കിൽ ഒരു ഒരു ബൗൾ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നാരങ്ങ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലെങ്കിൽ പുറത്ത് അങ്ങനെ യൂസ് ചെയ്യാം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണമെന്ന് മാത്രം. അതിനെന്നാലും കുറേ ദിവസം നാരങ്ങ കേടുവാതിരിക്കും. ഇനി കുറേ വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഈ പച്ചമുളകും നാരങ്ങ ഇടേണ്ടത്, അത് കേടുവരും. അതുകൊണ്ട് ഇങ്ങനെ എത്രയും സ്പേസ് ഉണ്ടോ, നമുക്ക് സ്പേസ് ഇല്ലാത്ര അതേപോലെ കുഞ്ഞു പാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല. സ്പേസ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് അതുപോലെ ഓരോ പാത്രത്തിലാക്കി ഇട്ട് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഫ്രഷായിട്ട് തന്നെ പച്ചമുളകാണെങ്കിലും കറിവേപ്പിലാണെങ്കിലും ഇലകളാണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ കിട്ടും. നാരങ്ങയൊക്കെ ആണെങ്കിൽ ഫ്രഷ് കൊടുക്കാൻ അങ്ങനെ തണുപ്പ് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഉണങ്ങി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും നാരങ്ങ, അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ടൈപ്പിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.